വിജയ് ഒഴിയുന്ന മണ്ഡലത്തിൽ തൃഷ മത്സരിച്ചേക്കും. അഭ്യൂഹങ്ങൾ ശക്തം. ഇത് റിപ്പോർട്ടർ ചാനലിൽ വന്ന ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ്. വിജയ് ഇപ്പോ 2 മണ്ഡലത്തിൽ മത്സരിച്ചിട്ടാണ് വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരു മണ്ഡലത്തിൽ നിന്ന് എന്തായാലും റിസൈൻ ചെയ്യേണ്ടി വരും. അവിടെ ഒരു റീ ഇലക്ഷൻ എന്തായാലും നടക്കും. അതിനെക്കുറിച്ചാണ് പോസ്റ്റ്. അഭ്യൂഹം എന്നാണ് പറഞ്ഞത്. എന്തായിരിക്കും നമുക്ക് സംഭവിക്കുന്നത് നമുക്ക് വീഡിയോയിൽ കൂടെ നോക്കാം. ഇപ്പൊ കേരളത്തെക്കാളും ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു പൊളിറ്റിക്കൽ സ്റ്റോറി ആയിട്ട്, ഒരു പൊളിറ്റിക്കൽ എന്താ പറയുക, ഒരു ഡ്രാമ ആയിട്ട് തോന്നുകയാണ് തമിഴ്നാട് രാഷ്ട്രീയം. അതിനെക്കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് ഒന്ന് കാണാം. ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയുടെ TVK പാർട്ടി തമിഴ്നാട്ടിൽ വിജയിച്ചത് 108 സീറ്റാണ്. 108 സീറ്റ് എന്ന് പറയുമ്പോൾ അതൊരു മെജോറിറ്റി സീറ്റില്ല. ഒരു ഗവൺമെന്റ് രൂപീകരിക്കണമെങ്കിൽ മിനിമം ഒരു 118 മെജോറിറ്റി സീറ്റ് എങ്കിലും വേണം. അപ്പം ബാക്കിയുള്ളത് ഒരു 10 സീറ്റാണ്. ആ 10 സീറ്റിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് ഇപ്പൊ ട്വിറ്ററിലാണെങ്കിൽ നരേന്ദ്രമോദി വിജയെ പ്രശംസിച്ചിട്ട് കുറെ ട്വിറ്റർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ രാഹുൽ ഗാന്ധി തിരിച്ച് വിജയും നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും റിപ്ലൈ അയച്ചിട്ടുണ്ട്. ആക്ച്വലി BJP ഇവിടെ തമിഴ്നാട്ടില് NDA മുന്നണിയില് പിന്നെ ADMK അതിന്റെ കൂടെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. BJPക്ക് ആകെ ഇവിടെ 2 സീറ്റ് മാത്രമേ ഉള്ളൂ തമിഴ്നാട്ടിൽ ജയിച്ചിട്ടുള്ളത്. അപ്പോ വിജയിലൂടെ തമിഴ്നാട് പിടിക്കാന്നുള്ള ഒരു കുതന്ത്രം BJPയുടെ മനസ്സിൽ മുമ്പേ ഉണ്ട്. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ തൊട്ട് പറഞ്ഞത് നമ്മുടെ രാഷ്ട്രീയ എതിരാളി DMKയും പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള എതിരാളി BJPയും എന്നാണ് മുന്നേ പറഞ്ഞിട്ടുള്ളത്. ഇനി എങ്ങനെ മാറും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാൻ വേണ്ടി പറ്റും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം വിജയ് ഇവിടെ ഒരു ഗവൺമെന്റ് രൂപീകരിക്കണമെങ്കിൽ ഒരു 10 MLAയുടെ സപ്പോർട്ട് വേണം. അത് TVK അല്ല, വേറെ ഘടകകക്ഷികളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഗവൺമെന്റ് രൂപീകരിക്കാൻ പറ്റുള്ളൂ. അതിലിപ്പോ നിലവിൽ ഘടകകക്ഷികളായിട്ട് എന്തായാലും DMK എന്തായാലും വിജയെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. അതേപോലെ ADMKയും സപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ ബാക്കിയുള്ള ചെറിയ ചെറിയ ഘടകകക്ഷികളുണ്ട്. അതിൽ മെയിൻ ആയിട്ട് കോൺഗ്രസിന് ഒരു 5 സീറ്റ് തമിഴ്നാട്ടിലുണ്ട്. അതേപോലെ CPM 2 സീറ്റും, CPIക്ക് 2 സീറ്റും, IUMLന് 2 സീറ്റും, VCK 2 സീറ്റ്, DMDK 1 സീറ്റ്, BJP 1 സീറ്റ്, PMK 4 സീറ്റ്. ഞാൻ BJPക്ക് നേരത്തെ 2 സീറ്റാണല്ലോ പറഞ്ഞത്, അല്ല 1 സീറ്റാട്ടോ. ഇങ്ങനെയാണ് ചെറിയ ചെറിയ ഘടകകക്ഷികൾക്ക് ഇപ്പം തമിഴ്നാട്ടിലെ നിലവിലെ MLAമാർ. കോൺഗ്രസ് ഇപ്പോൾ തന്നെ പരോക്ഷമായിട്ട് KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും TVKക്ക് സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു. പരോക്ഷമായിട്ട് പറഞ്ഞു, ഇനിയും ഒഫീഷ്യലായിട്ട് അവരുടെ ദിനം വന്നിട്ടില്ല. അപ്പോ 108+5 113 സീറ്റ് വിജയിക്ക് കിട്ടും. വീണ്ടും ഒരു 5 സീറ്റ് വേണം. എന്തായാലും ആരെങ്കിലും ആയിട്ട്, ഇപ്പോൾ CPM ആവട്ടെ, CPI ആവട്ടെ, വേറെ ഏതെങ്കിലും കക്ഷി, ചെറിയ ഘടകകക്ഷികൾ എന്തായാലും ഗവൺമെന്റ് രൂപീകരിക്കണല്ലോ. അങ്ങനെയാണ് ഇതുവരെയുള്ള ഇന്ത്യയുടെ ചരിത്രവും. അല്ലാതെ വീണ്ടും ഒരു റീ ഇലക്ഷൻ വെക്കാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ വേറൊരു 5 സീറ്റും കൂടി ഏതെങ്കിലും ഘടകകക്ഷികൾ വിജയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാള് വിജയ് CM ആയിട്ട് പദവി ഏൽക്കും എന്നുള്ള കാര്യത്തിൽ 99% ഉറപ്പാണ്. ഈ 1% എന്ന് ഞാൻ പറയുന്നത് ചിലപ്പോ എന്തെങ്കിലും നടക്കാലോ, അതുകൊണ്ട് മാത്രമാണ്. എന്തായാലും നെഹ്റു സ്റ്റേഡിയത്തിലാണെന്ന് തോന്നുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത്. കുറെ കാലങ്ങളായിട്ട് തമിഴ്നാട്ടിൽ ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണെങ്കിൽ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കാം. ഇപ്പൊ ഈ പ്രാവശ്യം നെഹ്റു സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത്. കാരണം വെച്ചാൽ അത്രയ്ക്ക് ആളുകൾ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് സ്റ്റേഡിയത്തിലേക്ക് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് മാറ്റിയത്. ഇനി തൃശ്ശയുടെ കാര്യം. വിജയ് മത്സരിച്ചത് തമിഴ്നാട്ടിലെ 2 മണ്ഡലങ്ങളിലാണ്. അതിൽ ഒന്ന് പേരാമ്പൂരും വേറൊന്ന് തിരുച്ചിറപ്പള്ളിയാണ്. തിരുച്ചി എന്ന് പറയുന്നത്. പേരാമ്പൂരിൽ വിജയ്ക്ക് കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 53,715 വോട്ടാണ്. തിരുച്ചിറപ്പള്ളിയിൽ കിട്ടിയത് 27,416 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയ് ജയിച്ചത്. ഇപ്പൊ 2 സ്ഥലത്തും MLA ആണ് വിജയ്. അപ്പൊ എന്തായാലും ഒരു സ്ഥലത്ത് റിസൈൻ ചെയ്തേ പറ്റൂ. അപ്പൊ എന്തായാലും പെട്ടെന്ന് തന്നെ അവിടെ ഒരു റിസൈൻ ചെയ്യുകയും ഒരു റീ ഇലക്ഷൻ നടക്കുകയും ചെയ്യും. അത് എവിടെയാണ് തീരുമാനിച്ചില്ല, തിരുച്ചിറപ്പള്ളിയാണോ പേരാമ്പൂരിലാണ്. എനിക്ക് തോന്നുന്നു തിരുച്ചിറപ്പള്ളിയാണ് റിസൈൻ ചെയ്യുക. പേരാമ്പൂര് വിജയിന്റെ ഒരു സ്വന്തം മണ്ഡലമാണ്. അതുകൊണ്ട് അവിടെ റിസൈൻ ചെയ്യാൻ ചാൻസ് കുറവാണ്. അപ്പൊ തിരുച്ചിറപ്പള്ളിയാണ് റിസൈൻ ചെയ്യാനുള്ള ചാൻസ്. ഈ സമയത്താണ് അടുത്ത തിരുച്ചിറപ്പള്ളിയിലേക്ക് മത്സരിക്കേണ്ട മത്സരാർത്ഥി ആരാണ്, TVKയുടെ സ്ഥാനാർത്ഥി ആരാണെന്നുള്ള ചർച്ച വരുന്നത്. അപ്പൊ ചെറിയ ഈ തമിഴ്നാട്ടിലെ ചില ന്യൂസ് ചാനലുകളൊക്കെ അടുത്തത് തിരുച്ചിറപ്പള്ളിക്ക് മത്സരിക്കുന്ന തൃശ്ശിയായിരിക്കും, തൃശ്ശിയെ കൊണ്ടുവന്ന് വിജയിപ്പിക്കാനുള്ള പരിപാടിയാണ് വിജയ് നോക്കുന്നതൊക്കെ ഒരു അഭ്യൂഹങ്ങള് പരക്കുന്നുണ്ട്. പക്ഷെ അത് നടന്നുകൂടായികയില്ല കേട്ടോ. ഈ തമിഴ്നാട്ടിന്റെ കൾച്ചറിന് ഒരു സ്വഭാവമുണ്ട്. ഇവര് പേഴ്സണൽ ലൈഫ് ഈസ് നോട്ട് എ മാറ്റർ ഇൻ തമിഴ്നാട്. അവരെന്തെങ്കിലും ആയിക്കോട്ടെ, അത് വലിയൊരു സിനിമാ നടനോ വലിയൊരു രാഷ്ട്രീയ പൊളിറ്റിക്സ്കാരനോ, അവിടെ പേഴ്സണൽ മാറ്റർ ഈ രാഷ്ട്രീയത്തിലേക്ക് കൂട്ടിക്കലർത്തുകയോ അല്ലെങ്കിൽ ആരാധനയ്ക്ക് കൂട്ടിക്കലർത്തുകയോ ഒരിക്കലും ഈ തമിഴ്നാട്ടുകാരെ ചെയ്തിട്ടില്ല. ഇവരെ 2 വൈഫ് ഉണ്ടെങ്കിലും അവർ അംഗീകരിക്കും. ഒരു വൈഫിനെ വെച്ചിട്ട് വേറൊരു വെപ്പാട്ടിനെ വെച്ച് കഴിഞ്ഞാലും ഈ തമിഴ്നാട്ടുകാർ അംഗീകരിക്കും. അത് തമിഴ്നാടിന്റെ സ്വഭാവമാണ്. എല്ലാവർക്കും അല്ല കേട്ടോ.
പിന്നെ ഈ പൊളിറ്റിക്സിന്റെ അല്ല ഈ സെലിബ്രിറ്റീസിന്റെ കാര്യമാണ്. അവരൊക്കെ അതൊന്നും ഒരു മാറ്ററായിട്ട് കാണില്ല. നമ്മൾക്ക് എന്ത് ചെയ്യുന്നു, നമ്മളോടൊപ്പം ഉണ്ടോ. പിന്നെ ആരാധന ഭയങ്കര ഒരു പ്രാന്തിലെ ആരാധനയുള്ള തമിഴ്നാട്ടിലുള്ളത്. അതുകൊണ്ട് ഇതൊന്നും ഒരു മാറ്റർ ഇല്ല. അതുകൊണ്ട് തൃശ എന്റെ കാഴ്ചപ്പാട് വെച്ചിട്ട് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോ ഞാൻ ഒരു വീഡിയോ കാണിക്കാം. അതൊരു ഫണ്ണി വീഡിയോ കേട്ടോ. അത് ഈ ജയലളിതന്റെയും തൃശേന്റെയും ഒരു കമ്പാരിസൺ പോലെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ്. അത് നല്ല രസമുണ്ടായിരുന്നു. അതിൽ കുറെ കാര്യങ്ങൾ ഒരേപോലെയാണ്. ഇപ്പം MGR, കുറെ ആൾക്കാർ MGR വിജയ് എന്ന് കമ്പാരിസൺ ചെയ്ത് പറയുന്നുണ്ട്. അതങ്ങനെയാണ് സിനിമയിൽ നിന്ന് വന്നു. ഫസ്റ്റ് ഇലക്ഷൻ തന്നെ തൂത്തുവാരി. പിന്നെ ഭാര്യയായിട്ടുള്ള പ്രശ്നങ്ങൾ, വേറൊരു എഫ്ഐആർ വരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് MGR ആയിട്ട് കമ്പയർ ചെയ്യുന്നത്. ഇപ്പൊ ജയലളിതയും തൃശ്ശായിട്ട് കമ്പയർ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ഞാൻ ആ വീഡിയോ അല്ല, ഒരു ഫോട്ടോ കാണിച്ചത്. അതിൽ പറയുന്നത് ഇതാണ്. അത് ഫോട്ടോ, ഇതാണ് ജയലളിത തൃഷ കമ്പാരിസൺ. രണ്ടുപേരും ബ്രാഹ്മിൻസ് എന്നാണ് പറയുന്നത്. രണ്ടുപേരും ബ്രാഹ്മിൻസ് ആണെന്ന് കൃത്യമായിട്ട് അറിയില്ല. ചർച്ച് പർക്ക് സ്കൂളിലാണ് രണ്ടുപേരും പഠിച്ചത്. അതെന്ന് തോന്നുന്നു, ചർച്ച് പർക്ക് സ്കൂളിലാണ് രണ്ടുപേരും പഠിച്ചത്. രണ്ടുപേരും ആക്ട്രസ് ആണ്. ഓക്കെ, അൺമാരിഡ് ആണ്, ചൈൽഡ് ഫ്രീ ആണ്. ജയലളിതയ്ക്ക് വന്നത് അഫെയർ വിത്ത് MGR, തൃഷക്ക് പറഞ്ഞത് അഫെയർ വിത്ത് വിജയ്. ആക്ച്വലി തൃശ്ശയായിട്ടുള്ള അഫെയർ മുമ്പേ ഉണ്ട്. ആദ്യം പിന്നെ പ്രണയത്തിലുണ്ടായത് വിജയും തൃശ്ശയാണ്. അതിനുശേഷമാണ് സംഗീത ഒരു ഫാൻ ഗേളായിരുന്നു വിജയുടെ. അതിനുശേഷം വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് വിജയ് കല്യാണം കഴിക്കുകയാണ് ഉണ്ടായത്. ഈ ഡൈവേഴ്സിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ ചെയ്ത വീഡിയോ പറഞ്ഞിട്ട്, ഇത് കുറെ കാലങ്ങളായിട്ട് 5-6 വർഷങ്ങളായിട്ട് ഇവര് പിരിഞ്ഞിട്ടാണ് താമസിക്കുന്നത്, വിജയും സംഗീതവും. അപ്പൊ ഈ ഇലക്ഷന്റെ സമയത്ത് എടുത്തിട്ടുള്ളൂ. അതിന് കാരണം വിജയ് തന്നെയാണ്. പിന്നെ വേറെ ഒരാൾക്കാരും കൂടി ഉണ്ട്, പക്ഷെ അത് അധികമായിട്ട് പുറത്തേക്ക് വരുന്നില്ല. പിന്നെ ജയലളിത വിളിക്കുന്നത് കോൾഡ് ആസ് അമ്മ, തൃശ്ശനെ വിളിക്കുന്നത് കോൾഡ് ആസ് മാമി. അത് കുറച്ച് ആൾക്കാർ വിജയനെ മാമി എന്ന് വിളിക്കാറുണ്ട്. ഇതൊരു ഫൺ പോസ്റ്റ് ആണ്, അത് അത്രക്ക് സീരിയസ് ആയിട്ടുള്ള എടുക്കാന്നില്ല. അതേപോലെ ഈ TVK വിജയിച്ച സമയത്ത് തൃഷ വിജയെ കാണാൻ വേണ്ടിയിട്ട് വിജയുടെ വീട്ടിൽ വന്നു. ആ വീഡിയോ കൂടെ നമുക്ക് നോക്കാം. சார் ரைட் சார், அப்படியே வா. അപ്പോൾ ഇതൊക്കെയാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ചെറിയൊരു വീഡിയോ ആണ്, ചെറിയ ഇതിൽ പറഞ്ഞല്ലോ. അത്രക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പോയിക്കൊള്ളുന്നത്. കൂടുതൽ അപ്ഡേറ്റുകൾ മുമ്പേ വരാം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ പേഴ്സണൽ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതൊരു മാറ്ററേ അല്ല. ഇനിയിപ്പോ തിരുച്ചിറപ്പള്ളിയിൽ തൃശ്ശേന സ്ഥാനാർത്ഥിയെ നിർത്തി കഴിഞ്ഞാലും തൃശ്ശ ജയിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അടുത്ത TVKന്റെ മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ ഒരു ഗവൺമെന്റ് രൂപീകരിക്കുമ്പോൾ അതിലൊരു MLA ആയിട്ട് തൃശ്ശിയെ നമുക്ക് പ്രതീക്ഷിക്കാനുള്ള വക എല്ലാം ഉണ്ട്. എന്തായാലും നാളെയോ മറ്റന്നാളോ ജോസഫ് വിജയ് എன்ற ഞാൻ തമിഴ്നാടിന്റെ CM ആയിട്ട് അധികാരത്തിൽ ഏൽക്കാൻ പോവുകയാണ്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.